2018 വർഷത്തിൽ നടന്ന എല്ലാ PSC എക്സാമിലെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തേത് പാർട്ട് ടൈം സ്കൂൾ അസിസ്റ്റൻറ്റ് മലയാളം 3/1/2018 നടന്നതാണ്. ആദ്യം 001/2018 ആണ് ബാർകോഡ് വരിക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോവാൻ സമയമില്ലാത്തത് കൊണ്ടും LP UP LDC എക്സാമുകൾ അടുത്തത് കൊണ്ടും പെട്ടെന്ന് നേരെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. ഇതിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഗ്രാമർ ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. നമുക്ക് PSC LP UP LDCക്ക് വരാൻ സാധ്യതയുള്ള മലയാള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ക്ലാസ് എടുക്കുന്നുണ്ട്. അത് നേരെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും അറിയാത്തവ എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ആവർത്തന ക്വസ്റ്റ്യൻസ് 2018 മൊത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു 5 മാർക്കെങ്കിലും നമുക്ക് നേടാൻ പറ്റും. അപ്പം എന്തായാലും എന്ത് ചെയ്യുക, 1-2 മാർക്ക് നേടിയാൽ തന്നെ നമുക്കത് വലിയൊരു നേട്ടമാണ്. നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഒരു 50 മാർക്കോളം നമുക്ക് ചിലപ്പോൾ ഡിഫറൻസ് വന്നേക്കും, 50 റാങ്കോളം. അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ തന്നെ നമ്മൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ മാപ്പിളപ്പാട്ടുകളിലെ ശ്രദ്ധേയമായ ഒരു പ്രണയകാവ്യമാണ്. കവി ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ്. മോയിൻകുട്ടി വൈദ്യർ സ്മാരക സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ്. അതേപോലെ തന്നെ 250-ലധികം ഗ്രാമർ ക്വസ്റ്റ്യൻസ് വായിക്കുന്നില്ല. 250-ലധികം വൃത്തവിശേഷങ്ങൾ കൊണ്ട് സമ്പന്നമായ കളഞ്ഞു കിട്ടിയ നിധി എന്ന് ഡോക്ടർ PK നാരായണപിള്ള വിശേഷിപ്പിച്ച തെക്കൻ പാട്ട് ഏതാണ്? രാമകഥപ്പാട്ടാണ്. അതേപോലെ തന്നെ ഒരൊറ്റ പുസ്തകം കയ്യിൽ ഓമനപ്പതിനുള്ളവൻ ഏത് സാമ്രാട്ടിനേക്കാളും എന്നാളും ഭാഗ്യമാർന്നവൻ എന്ന് പാടിയ മഹാകവി ആര്? ഇതൊരു പാട്ടാണ്. അതേപോലെ ഈ കവിത ഉണ്ട്, താരാട്ട് പാട്ടുണ്ട്. ഇതൊക്കെ വായിക്കുകയുള്ളൂ കേട്ടോ, കാരണം ഈണറിയില്ല. അപ്പോൾ അറിയുന്ന പോലെ വായിച്ച് നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസൊക്കെ അറിയാത്തവ എഴുതിയെടുക്കുക. ഉള്ളൂർ S പരമേശ്വരയ്യറാണ്. അപ്പോൾ ഇവരൊക്കെ പ്രശസ്തരാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ എഴുതി വെക്കണം. കവിതയിലെ ആധുനികത മലയാളത്തിൽ അടിത്തറയിട്ട കൃതി എന്ന പലരും വിശേഷിപ്പിക്കുന്ന അയ്യപ്പ പണിക്കരുടെ കൃതി കുരുക്ഷേത്രം. ഈ ലോകം കാണുന്നേരം ഓക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദ്ദിക്കുവാൻ വയ്യൻ്റെ മുഖത്താകും. സമൂഹത്തിനു നേരെ ഏറുപടക്കമെറിയുന്ന ഈ കവി ആരാണ്? കുഞ്ഞുണ്ണി മാഷാണ്. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന അഭിപ്രായപ്പെട്ട കവി ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ പ്രസിദ്ധമായ ഈ താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ഞാൻ പറഞ്ഞു, ഈണറിയില്ല, അതുകൊണ്ട് തന്നെയാണ് വായിച്ചത്. വെൺമണി മഹൻ. മലയാള ഗീതക പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ കവി ആരാണ്? MP അപ്പനാണ്. അതേപോലെ തന്നെ ആവേ മറിയ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഒരു ചെറുകഥാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? KR മീര. ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തൊരേട് എന്ന് MP പോൾ ഇങ്ങനെ പറഞ്ഞത് ഏത് കൃതിയെ പറ്റിയാണ്? ബാല്യകാല സഖിയാണ്. സേതുവും പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ളയും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. കുഞ്ഞേനാച്ചൻ മലയാള നോവൽ കഥാസാഹിത്യത്തിലെ ശക്തനായ ഒരു കഥാപാത്രമാണ്. അവിസ്മരണീയമായ ഈ കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അരനാഴിക നേരം. മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കരമേനോൻ രചയിതാവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് അറിയപ്പെടുന്ന കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയ ഒരു കഥയാണ്. ആ കഥയുടെ പേര് വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? വാസനാവികൃതിയാണ്. കേരളത്തിലെ ആദിവാസി സമൂഹമായ മലയരന്മാരെ കുറിച്ച് ഒരു ആദിവാസി എഴുതിയ ആദ്യത്തെ നോവൽ ഏതാണ്? നോവൽ എന്ന പുറന്താൾ കുറിപ്പോടെ പ്രസിദ്ധപ്പെട്ട
നാരായൺ രചിച്ച നോവൽ. കൊച്ചരേത്തി. മലയാളത്തിലെ ആദ്യകാല ബോധധാരാ നോവലുകളിലൊന്നായ സ്വർഗദൂതൻ രചിച്ചതാരാണ്? പോഞ്ഞിക്കര റാഫിയാണ്. ബസ് വരാനായി കവി കാത്തു കിടന്നു. മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ രചിക്കപ്പെട്ട ഏറ്റവും മികച്ച നോവൽ ഏതാണ്? ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ഈ നോവൽ കേട്ടോ. മലയാളത്തിലെ എമിലി ബ്രോണ്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജലക്ഷ്മിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതി ഒരു വഴിയും കുറേ നിഴലുകളും. ഒരു സംസ്കൃത രചനയുടെ പരിഭാഷയാണ് മലയാള ഗദ്യ സാഹിത്യത്തിലെ പ്രഥമ കൃതിയായി നാം കരുതപ്പെടുന്നത്. ഈ മലയാള പരിഭാഷയുടെ പേരെന്താണ്? ഭാഷാ കൗടലീയം. കേരളത്തിൽ വച്ച് രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന വാഗ്ഭടൻ്റെ ആയുർവേദ ഗ്രന്ഥം അഷ്ടാംഗഹൃദയം. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ് ആദ്യമായി മലയാള ഗദ്യത്തിൽ എഴുതപ്പെട്ട സർഗാത്മക നാടകം. ഈ മലയാള നാടകത്തിൻ്റെ പേരെന്താണ്? ആൾമാറാട്ടം. സാഹിത്യ പഞ്ചാനൻ PK നാരായണ പിള്ളയുടെ ആത്മകഥ സരണമണ്ഡലം. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര നിഘണ്ടു ഏതാണ്? മഹചരിത സംഗ്രഹ സാഗരത്തിൽ 1000ഓളം മഹാന്മാരുടെ ജീവചരിത്ര കുറിപ്പുകളുണ്ട്. ഇത് രചിച്ചതാരാണ്? പള്ളിപ്പാട്ട് കുഞ്ഞുകൃഷ്ണൻ. കേരളത്തിലെ ആദിവാസികളുടെ ദയനീയാവസ്ഥ വിവരിക്കുന്ന കേരളത്തിലെ ആഫ്രിക്ക, കേരളത്തിലെ അമേരിക്ക എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് K. പാനൂരാണ് കേട്ടോ. ആയുർവേദ ചികിത്സാ ക്രമങ്ങൾ വിവരിക്കുന്ന ഒരു മണിപ്രവാള ഗ്രന്ഥത്തെപ്പറ്റി ലീലാതിലകത്തിൽ പരാമർശമുണ്ട്. ഈ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ആലത്തൂർ മണിപ്രവാളം. സിദ്ധാന്ത കൗമുദി എന്ന സംസ്കൃത വ്യാകരണത്തിന് പദസംസ്കാര ചന്ദ്രിക എന്ന പേരിൽ വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ കൈക്കുളങ്ങര രാമവാര്യറാണ്. ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന ഒറ്റകൃതി കൊണ്ടുതന്നെ മലയാള സഞ്ചാര സാഹിത്യ ചരിത്രത്തിൽ ലബദ്ധ പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരൻ രാജൻ കാക്കനാടൻ. കുട്ടികളുടെ ശാസ്ത്രമാമൻ, യുറീക്ക മാമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ശാസ്ത്ര സാഹിത്യകാരൻ പ്രൊഫസർ S. ശിവദാസ്. മലയാള വിമർശനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേസരി എന്ന് ബാലകൃഷ്ണപിള്ളയുടെ വിമർശന പദ്ധതികളെ വിമർശിച്ചുകൊണ്ടുള്ള M.N. വിജയൻ എഴുതിയ കൃതി ചിതയിലെ വെളിച്ചം. ഇംഗ്ലീഷിലെ ഏറ്റവും മഹത്തായ വിമർശന ഗ്രന്ഥമെന്ന് പുകഴ്ത്തപ്പെട്ട കോൾറിഡജിൻ്റെ ഗ്രന്ഥം ബയോഗ്രഫിയ ലിറ്ററിയ. ടോൾസ്റ്റോയുടെ വിഖ്യാതമായ കലാപഠന ഗ്രന്ഥം എന്താണ് കല? ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം ആരുടെ രചനയാണ്? K.P. അപ്പൻ. നിഷ്പക്ഷ നിരൂപണം എന്നൊന്നില്ല എന്ന് പ്രഖ്യാപിച്ച നിരൂപകൻ കുട്ടിക്കൃഷ്ണമാരാർ. കാവ്യപ്രകാശം എന്ന അലങ്കാര ശാസ്ത്രത്തിൻ്റെ കർത്താവ് മമ്മടൻ. ഗദ്യരചനാരീതി പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ച A.R. രാജവർമ്മ രചിച്ച കൃതി സാഹിത്യസാഹ്യം. അഞ്ചാറ് എന്ന പദം വിഗ്രഹിച്ചാൽ അഞ്ചോ ആറോ.
പാണിനീയ പ്രദ്യോതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് IC ചാക്കോ. കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന എഴുത്തു സമ്പ്രദായമായ വട്ടെഴുത്തിന് പറയുന്ന മറ്റൊരു പേര് ജ്ഞാനം മോനം. ഒരു മലയാളി മലയാളത്തിലെഴുതിയ ആദ്യ വ്യാകരണമായ മലയാഴ്മയുടെ വ്യാകരണം എന്ന കൃതി തയ്യാറാക്കിയത് ആരാണ്? ജോർജ് മാത്തൻ. മലയാളം അച്ചടിക്കാനായി സ്ഥാപിച്ച ആദ്യത്തെ പ്രസ് CMS പ്രസ് കോട്ടയം. പ്രശസ്ത സാഹിത്യകാരനായിരുന്ന സഞ്ജയൻ എന്ന ഏത് പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു? കേരള പത്രിക. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ട എഴുത്തുകാരനാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. മലയാളത്തിലെ ഒന്നാമത്തെ ആനുകാലിക പ്രസിദ്ധീകരണം രാജ്യസമാചാരമാണ്. M. ഗോവിന്ദൻ്റെ റാണിയുടെ പട്ടി എന്ന കഥ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നിരോധിക്കപ്പെട്ട വാരിക. M. ഗോവിന്ദൻ്റെ റാണിയുടെ പട്ടി എന്ന കഥ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് നിരോധിക്കപ്പെട്ട വാരികയാണ് ജയകേരളം. ഇൻ്റർനെറ്റിൽ ആദ്യമായി വന്ന മലയാള ഭാഷാ ദിനപത്രം ദീപിക. കുമാരനാശാൻ SNDP മുഖപത്രമെന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ പത്രം വിവേകോദയം. മലയാളത്തിൽ ആദ്യമായുണ്ടായ സംഗീത നാടകമാണ് സംഗീത നൈഷധം. ഇത് രചിച്ചതാരാണ്? TC അച്യുതമേനോൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി ഉണ്ടായത് ഏത് സാഹിത്യ പ്രസ്ഥാനത്തിനോടനുബന്ധിച്ചാണ്? ആട്ടക്കഥ. MT വാസുദേവൻ നായർ രചിച്ച പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥ സിനിമയായി. സിനിമയുടെ പേരെന്താണ്? ഉത്തരം നിർമാല്യം. KC കേശവപിള്ളയുടെ വിഖ്യാതമായ സംഗീത നാടകം സദാരാമ. തികച്ചും കേരളീയമായ ശൈലിയിൽ തനതു നാടകങ്ങൾ രചിച്ച് അവതരിപ്പിക്കുന്ന കലാകാരൻ കാവാലം നാരായണ പണിക്കർ. കാളിദാസന്റെ വിക്രമോർവശീയം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം നാടകം. കൈകൊട്ടിപ്പാട്ടുകളുടെയും തിരുവാതിരപ്പാട്ടുകളുടെയും രചയിതാവ് എന്ന് പ്രസിദ്ധനായ കവി ആരാണ്? മാച്ചാട്ടി ഇളയത. വിദ്വാൻ കരീന്ദ്രൻ എന്നറിയപ്പെട്ടിരുന്ന കിളിമാനൂർ കോയിത്തമ്പുരാൻ രചിച്ച ആട്ടക്കഥ ഏതാണ്? രാവണ വിജയം. ആട്ടക്കഥകളെ പരിഹസിച്ച പാട്ടുണ്ണി ചരിതമെഴുതിയതാരാണ്? ചേലപ്പറമ്പു നമ്പൂതിരി. കഥകളിയുടെ സാഹിത്യരൂപത്തെ ആട്ടക്കഥ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണനാട്ടത്തിൻ്റെ സാഹിത്യരൂപത്തെ എന്ത് വിളിക്കുന്നു? കൃഷ്ണഗീതി. കേരളത്തിൽ സംഘകാലത്ത് നിലനിന്നിരുന്ന ഒരു രാജവംശമാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജവംശമായി അറിയപ്പെടുന്നത്. ഈ വംശത്തിൻ്റെ പേരെന്താണ്? ആയ് രാജവംശം. കേരള ഗ്രന്ഥശാല സ്ഥാപകൻ PN പണിക്കർ. ജയ ജയ കോമള കേരളധരണി എന്ന കവിത എഴുതിയത് ബോധേശ്വരനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുദ്രാവാക്യം വായിച്ചു വളരുക. സാമൂതിരിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് തളിയിൽ നടന്നു വരുന്ന വിദ്വൽ സദസ്സ് രേവതി പട്ടത്താനം. ഇടമറുക എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് TV ജോസഫ്. കേരള ചരിത്രപരമായി മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം കേരളപ്പഴമ. ഫോക്ക്ലോർ എന്ന വാക്കിലെ ലോർ എന്ന ഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അറിവ് എന്നാണ്.